അപ്പോൾ എക്സാമ്പിൾ 9 ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തോണേ. നിങ്ങൾക്ക് ഒരു വൈഡ് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ. അപ്പോൾ ഒൻപതാമത്തെ ചോദ്യം നമ്മുടെ ഐശ്വര്യ ഒന്ന് വായിച്ചേ. Let a sample space be is equal to set W1, W2, etc. W6. Which of the following assignment of probability to each outcomes are valid? അപ്പോൾ നമുക്കൊരു സാമ്പിൾ സ്പേസ് തന്നിട്ടുണ്ട് അല്ലേ? ഈ എക്സാമ്പിൾ 9 എന്ന് പറയുന്നത് നിങ്ങളുടെ പുതിയ പുസ്തകം അനുസരിച്ച് എക്സാമ്പിൾ 4 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ്, ആ റാൻഡം എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാമ്പിൾ സ്പേസ് ആണ് ആരെന്ന് പറയുന്നത് എസ്. ഈ സാമ്പിൾ സ്പേസിലെ എലമെൻറ്റുകൾ ആരൊക്കെയാണ്? W1, W2, W2, W3, W3, W4, W5, W6. ഇങ്ങനെ W6 വരെ. അപ്പോൾ ഇവർ ഓരോരുത്തരും നമ്മുടെ സാമ്പിൾ സ്പേസിലെ ആരാണ്? എലമെന്റ്. അതിന്റെ സാമ്പിൾ പോയിന്റ് എന്ന് പറയും. ഇനി എന്താ ചോദ്യം? വിച്ച് ഓഫ് ദി ഫോളോയിങ് അസൈൻമെന്റ്സ് ഓഫ് പ്രോബബിലിറ്റി ടു ഈച്ച് ഔട്ട്കംസ് ആർ വാലിഡ്. ഇനി അവര് താഴെ ഒരു ടേബിൾ ആയിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഉള്ള ഓരോ സെറ്റ് വിലകൾ തന്നിട്ടുണ്ട്. ഇതിലേതൊക്കെ സെറ്റ് വിലകളാണ് വാലിഡ് ആണോ എന്ന് എന്ത് ചെയ്യേണ്ടത്? പരിശോധിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒന്നാമത്തേതൊന്ന് വായിച്ചേ, ഓപ്ഷൻ എ. അപ്പം ഇങ്ങനെയാണ് W1, W2, W3, W4, W5, W6. ഇനി ആദ്യത്തെ ഓപ്ഷൻ വിലകൾ ഏതൊക്കെയാണ്? W1 1/6. എന്നുവെച്ചാൽ ഇതിന്റെ പ്രോബബിലിറ്റി കേട്ടോ. W1ന്റെ പ്രോബബിലിറ്റി 1/6, W2ന്റെ പ്രോബബിലിറ്റി 1/6, W3യുടെ പ്രോബബിലിറ്റി 1/6, W4ന്റെ പ്രോബബിലിറ്റി 1/6, W5ന്റെ പ്രോബബിലിറ്റി 1/6, W6ന്റെ പ്രോബബിലിറ്റി 1/6. ചോദ്യം ഇതാണ്, ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു സെറ്റ് വിലയുണ്ടല്ലോ, ഈ 6 നമ്പർ ഉൾക്കൊള്ളുന്ന ഈ ഒരു സെറ്റ് വില, ഇത് വാലിഡ് ആണോ? വാലിഡ് മീൻസ് നിലനിൽക്കുന്നതാണോ, സാധുതയുള്ളതാണോ എന്നാണ് ചോദ്യം. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് ഒന്നാമത്തെ കണ്ടീഷൻ, ഈ ഓരോ പ്രോബബിലിറ്റിയും 0യോ 0യേക്കാൾ വലുതോ 1ഓ 1നേക്കാൾ ചെറുതോ ആണോ എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഒന്നത് മനസ്സിലായോ? ഈ കൊടുത്തിരിക്കുന്ന ഓരോ പ്രോബബിലിറ്റിയും 0യോ 0യേക്കാൾ വലുതോ 1ഓ 1നേക്കാൾ ചെറുതോ ആണോ എന്ന് പരിശോധിക്കണം. ഐശ്വര്യയെ, ഈ കൊടുത്തേക്കുന്ന വിലകളൊക്കെ 0യേക്കാൾ വലുതാണോ? അല്ലയോ, 0യേക്കാൾ വലുതല്ലേ? ആണ്. ഇനി ഇതെല്ലാം 1നേക്കാൾ ചെറിയ വിലകളല്ലേ? 1/6. 6/6 വന്നാലേ 1 ആവത്തുള്ളൂ. ഇത് 1/6 ഉള്ളൂ. 6 വീതം വെച്ചതിലെ ഒരു ഭാഗമേ വരുന്നുള്ളൂ. അപ്പോൾ എത്രനേക്കാൾ ചെറുതാണ്? 1നേക്കാൾ ചെറുതാണ്. 0യേക്കാൾ വലുതുമാണ്, 1നേക്കാൾ ചെറുതുമാണ്. നിങ്ങളുടെ നോട്ടിൽ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഈച്ച് ഓഫ് ദി നമ്പർ P of W ഈസ് പോസിറ്റീവ് ആൻഡ് ലെസ് ദാൻ 1. 0യോ 0യേക്കാൾ വലുതോ ആണ്, എന്നാൽ 1നേക്കാൾ എന്താണ്? ചെറുതുമാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ കറക്റ്റ് ആയല്ലോ. രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ പ്രോബബിലിറ്റി എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടണം. എന്ത് കൂട്ടണം? ഈ പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടണം.
അപ്പോൾ സം ഓഫ് ദ പ്രോബിലിറ്റി ഈക്വൽ 1/6a പ്ലസ് 1/6a പ്ലസ് 1/6a പ്ലസ് 1/6a പ്ലസ് 1/6a പ്ലസ് 1/6. എത്ര വശം? ഇതെല്ലാം കൂടെ കൂട്ടാൻ എളുപ്പമാണ്. എന്താ കാര്യം? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആ ഡിനോമിനേറ്റർ എടുത്തെഴുതി ന്യൂമറേറ്റർ കൂട്ടിയാൽ പോരെ. അപ്പൊ എന്താ കിട്ടും? 1. അപ്പോ ഇതിന്റെ എല്ലാം കൂടെ പ്രോബിലിറ്റി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഈസ് ഈക്വൽ ടു 1. അപ്പോ ദ അസൈൻമെന്റ് ഈസ് വാലിഡ്. ഒന്നാമത്തെ അസൈൻമെന്റ് എന്താണ്? വാലിഡ് ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോടെ എല്ലാവർക്കും? ആരണ്യേ? അതിന്റെ രണ്ടാമത്തെ സെറ്റ് വില കണ്ടോ ആരണ്യ? ബി എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന വില. ഒരു സെക്കൻഡ്, ഞാൻ തുടച്ചു കഴിയുമ്പോൾ ബിയുടെ വില പറയണം കേട്ടോ. പറഞ്ഞാട്ടെ. രണ്ടാമത്തെ സെറ്റിനകത്തിൽ ബിയുടെ വില W11 W2 0 W11 W2 0 W3 0 W4 0 W5 0 W6 0. ഇത് ഓരോന്നും ഇതിന്റെ പ്രോബിലിറ്റി കേട്ടോ. W1ന്റെ പ്രോബിലിറ്റി ആണ് 1. ബാക്കി W2 മുതൽ W6 വരെയുള്ള പ്രോബിലിറ്റി 0 ആണ്. ഇത് വാലിഡ് ആണോ എന്ന് പരിശോധിക്കണം. എന്തായിരുന്നു ഒന്നാമത്തെ കണ്ടീഷൻ? ഇതിന്റെ ഓരോന്നിന്റെയും പ്രോബബിലിറ്റി 0യോ 0യേക്കാൾ വലുതോ 1ഓ 1നേക്കാൾ ചെറുതോ ആണോ നോക്കണം. ആണോ? ആരും മിണ്ടുന്നില്ല. ആണ്. എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ? ഈ പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടണം. ഇതെല്ലാം കൂടെ കൂട്ടി എത്ര കിട്ടും? 1 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0. ഉത്തരം 1. പ്രോബിലിറ്റി എല്ലാം കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനും കറക്റ്റ് ആവുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്താ പറയാം? ഈ തന്നിരിക്കുന്ന പ്രോബിലിറ്റീസ് വാലിഡ് ആണെന്ന് അർത്ഥം. ബി പാർട്ട് എല്ലാവർക്കും മനസ്സിലായോ? പാർട്ട് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ സി പാർട്ടിലേക്ക് പോകാം. സി പാർട്ട് ക്വസ്റ്റ്യൻ വായിക്കേണ്ടത് അർജുൻ ഉണ്ടോ? അർജുൻ മൈക്കും വീഡിയോയും ഓൺ ചെയ്തിട്ട് അതിന്റെ സി പാർട്ട് ഒന്ന് വായിച്ച അർജുന്. W1 1/8 W2 വീഡിയോ ഓൺ ചെയ്ത്. സി പാർട്ട് W1 1/8 W2 2/3 W3 1/8 1/8 2/3 1/3 1/3 -1/4 -1/3. ഇതാണ് അവർ തന്നിരിക്കുന്ന അടുത്തൊരു സെറ്റ് വില. ഇത് വാലിഡ് ആണോ എന്ന് അർജുനെ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? 0യേക്കാൾ വലുതോ 1നേക്കാൾ ചെറുതോ? 0യേക്കാൾ വലുതോ 1ഓ 1നേക്കാൾ ചെറുതോ ആണോ നോക്കണം. അർജുനൻ നോക്കിയിട്ട് പറഞ്ഞു. നെഗറ്റീവ് വരുന്നില്ല. ആദ്യത്തെ 4 പേര് കുഴപ്പമില്ല. അവർ 4 പേരും 0യേക്കാൾ വലുതും 1നേക്കാൾ ചെറുതുമാണ്. പക്ഷേ W5ന്റെയും W6ന്റെയും പ്രോബിലിറ്റി നിങ്ങൾ കണ്ടോ? എന്താ കുഴപ്പം? 0യേക്കാൾ ചെറുത് വന്നിരിക്കുന്നു. അങ്ങനെ പ്രോബിലിറ്റി ഒരിക്കലും ആരേക്കാൾ ചെറുത് വരുത്തില്ല? 0യേക്കാൾ ചെറുത് വരുത്തില്ല. അപ്പോ ഈ പ്രോബിലിറ്റി വാലിഡ് ആണോ? അല്ല. അപ്പൊ പിന്നെ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ നോട്ടിനകത്തിൽ എന്ത് എഴുതിയിരിക്കുന്നത് വായിച്ചേ. മൂന്നാമത്തേത് P of W5. അർജുൻ ഒന്ന് വായിച്ചേ. P of W5 and P of W6 are negative. The assignment is not valid. Okay. അപ്പോ സി ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കതിന്റെ ഡി പാർട്ടിലേക്ക് പോകാം.
അപ്പോ അതിന്റെ ഡി പാർട്ടിൽ അർജുൻ, അശ്വിൻ എസ് ഉണ്ടോ? അശ്വിൻ എസ് ഉണ്ടോ? ഉണ്ട് സാർ. അപ്പൊ അർജുനെ അതിന്റെ ഡി പാർട്ട് ഒന്ന് വായിച്ചാട്ടെ. അർജുന് വന്നിരിക്കുന്ന അതിനകത്ത് ഡി പാർട്ട് ഇല്ലയോ? ഉണ്ട്. വായിച്ചാട്ടെ. അർജുനല്ല, അശ്വിൻ. വായിച്ചാട്ടെ. D W1 1/12, W2 1/12, W3 1/6, W4 1/6, W5 1/6, W6 3/2. 3/2. ഓക്കെ, ഇത് മറ്റൊരു സെറ്റ് ഓഫ് വിലകളാണ്. ഈ പ്രോബബിലിറ്റീസ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും അശ്വിനെ? സീറോയോ അല്ലെങ്കിൽ സീറോയെക്കാട്ടെ വലുതാണോ? സീറോയോ സീറോയേക്കാൾ വലുതോ, അത് മാത്രമല്ല 1 1 ചെറുതോ ആണോ? ഓരോന്ന് നോക്കിയിട്ട് പറഞ്ഞാട്ടെ. ഈ ഓരോ വിലകളും നോക്കിയിട്ട് അശ്വിൻ്റെ അഭിപ്രായം പറയുക. സമയം കളയരുത്. ഈ 6 വിലകൾ നോക്കുക. ആ വിലകളൊക്കെ സീറോയോ സീറോയേക്കാൾ വലുതോ 1 1 ചെറുതോ ആണോ നോക്കാം. 1 വലുതാ. ഏതാ? ഈ വിലകൾ എല്ലാ വിലയോ? അല്ല, ഏത് വിലയാണ്? W6 3/2. W1 മുതൽ W5 വരെയുള്ള വിലകളൊക്കെ സീറോയേക്കാൾ വലുതും 1 ചെറുതുമാണ്. പക്ഷേ W6ന്റെ വില എത്ര? 3/2. 3/2 എന്ന് പറഞ്ഞാൽ എത്ര? 1.5. ഇത് എത്രനേക്കാൾ കൂടുതലാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ സെറ്റ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. എന്തോ നോട്ടിൽ എഴുതി വെച്ചേക്കുന്നത് P of W6 is equal to 3/2 എന്ന് പറഞ്ഞാൽ 1.5 അത് ആരേക്കാൾ വലുതാണ്? 1 വലുതാണ്. ദി അസൈൻമെന്റ് ഈസ് നോട്ട് വാലിഡ് ആണോ? ഓക്കെ, അടുത്തത് ദേവദത്തെ മൈക്ക് വീഡിയോ ഓൺ ചെയ്താട്ടെ. ദേവദത്ത് എന്തേ? ദേവദത്തിനെ കാണുന്നില്ല, വീഡിയോ ഓൺ ആയില്ല. ഇപ്പഴാ വീഡിയോ ഓൺ. അമ്മ തിരിച്ചു വന്നില്ലയോ? അമ്മയുണ്ട്. വായിച്ചാട്ടെ, അതിന്റെ ഈ പാർട്ട് വായിച്ചാട്ടെ. ഈ പാർട്ട് 0.1, 0.2, 0.3, 0.4, 0.5, 0.6. നമുക്കറിയേണ്ടത് ഈ സെറ്റ് വാല്യൂസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, വാലിഡ് ആണോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ ദേവദത്ത് വാലിഡ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആഡ് ചെയ്ത് നോക്കണം ഇതെല്ലാം കൂടെ. ആദ്യം ഒരു കണ്ടീഷൻ നോക്കണം. ഇത് സീറോയേക്കാൾ വലുതാണോ 1 നോക്കണം. സീറോയോ സീറോയേക്കാൾ വലുതോ 1 1 ചെറുതോ ആണ് നോക്കണം. എന്താണ് ദേവദത്തിന്റെ അഭിപ്രായം? സീറോയേക്കാൾ വലുതും 1 ചെറുതുമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഇതിന്റെ സമ്മ് 1 അതിനേക്കാൾ ചെറുതോ ആയിരിക്കണം. അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിന്റെ സം എടുക്കുമ്പോ ഉത്തരം എത്ര തന്നെ, അവിടെ ലേലം വിളിയില്ല, എത്ര തന്നെ വരണം? 1 തന്നെ വരണം. അപ്പൊ 0.1 പ്ലസ് 0.2 പ്ലസ് 0.3 പ്ലസ് 0.4 പ്ലസ് 0.5 പ്ലസ് 0.6. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ എത്ര വരുന്നു? 2.1. ഇത് എത്രനേക്കാൾ വലുതാണ്? 1 വലുതാണ്. അപ്പൊ ഈ സെറ്റ് വാല്യൂസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഉണ്ടോ? ഇവിടെ ഇപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെയാണ്, പക്ഷെ രണ്ടാമത്തേത് തെറ്റിപ്പോയി. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ശരി. അപ്പോ നിങ്ങളുടെ അവിടെ എന്തോ ദൈവത്തെ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് ഒന്ന് വായിച്ചാട്ടെ. ദേവദത്തെ ഈയുടെ എക്സ്പ്ലനേഷൻ വായിച്ചേ.
The assignment is not valid. ദ അസൈൻമെന്റ് ഈസ് നോട്ട് വാലിഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ ഫോട്ടോ കോപ്പിയിലെ നമ്പർ അനുസരിച്ചിട്ട് എക്സാമ്പിൾ 10 ആണ്, പുതിയ പുസ്തകം അനുസരിച്ച് അത് എക്സാമ്പിൾ 5 ആണ്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം വായിക്കേണ്ടത് ദേവദത്തിന് ശേഷം ഫൗസിയ ഉണ്ടോ? ഉണ്ട് സർ. അപ്പോൾ ഫൗസിയ മൈക്കും വീഡിയോ ഓൺ ചെയ്യുക, എന്നിട്ട് എക്സാമ്പിൾ 5 നിങ്ങളുടെ ഫോട്ടോ കോപ്പിയിലെ എക്സാമ്പിൾ 10 വായിക്കാം. A card is drawn from a well-shuffled deck of 52 cards. In each outcome is equally likely. Calculate the probability that the card will be a diamond, not an ace, a black card, not a diamond, not a black card. അപ്പോൾ എന്താണ് ചോദ്യം? ഒരു കാർഡ് 52 കാർഡിൽ നിന്ന് ഷഫിൾ ചെയ്തതിൽ നിന്ന് എടുക്കണം. ഒരു സെക്കൻഡ്, നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനകത്തിലെ കോമ്പിനേഷൻ പഠിക്കാൻ നേരത്തെ ഞാൻ നിങ്ങളെ കാർഡ് പ്ലേയിങ് പഠിപ്പിച്ചാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഈ കാർഡ് പ്ലേയിങ് പിന്നീട് പ്രോബബിലിറ്റിക്കായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. 52 കാർഡുള്ള ഒരു പാക്കറ്റ് കാർഡിൽ നിന്ന് നമ്മൾ ഒരു കാർഡ് എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. ഇഫ് ഈച്ച് ഔട്ട്കം ഈസ് ഈക്വലി ലൈക്ക്ലി എന്ന് വെച്ചാൽ ഇതിലേതൊരു കാർഡും കിട്ടാനുള്ള സാധ്യത ഒരേപോലെ എന്ന് വെച്ചാൽ എല്ലാത്തിനും ഈക്വൽ സാധ്യതയാണുള്ളത്. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് വിൽ ബി. അങ്ങനെ ആണെങ്കിൽ താഴെ പറയുന്ന വിധത്തിൽ ആ കാർഡ് കിട്ടാനുള്ള സാധ്യത എന്ത്? ഒന്നാമത്തെ എന്തായിരുന്നു ഫൗസിയ? ഡയമണ്ട്. ഡയമണ്ട് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ത്? ഓക്കെ, അടുത്ത രണ്ടാമത്തെ നോട്ട് ആൻ ഏസ്. ഏസ് കാർഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ത്? 3 ബ്ലാക്ക് കാർഡ്. നിങ്ങൾക്കൊരു കറുത്ത കാർഡ് കിട്ടാനുള്ള സാധ്യത എന്ത്? അടുത്തത് നോട്ട് എ ഡയമണ്ട്. ഡയമണ്ട് കാർഡ് കിട്ടാതിരിക്കാനുള്ള സാധ്യത. ഓക്കെ, അടുത്തത് നോട്ട് എ ബ്ലാക്ക് കാർഡ്. കറുത്ത കാർഡ് കിട്ടാതിരിക്കാനുള്ള സാധ്യത. ഓക്കെ, ശരി. അപ്പോൾ ഫൗസിയ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചാട്ടെ. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് n of x is equal to 52. അതായത് 52 കാർഡുള്ള ഒരു പാക്കറ്റ് കാർഡിൽ നിന്ന് നിങ്ങൾ ഒരു കാർഡ് എടുത്താൽ നിങ്ങൾക്ക് എത്ര വിധത്തിൽ ഒരു കാർഡ് എടുക്കാം? 52 വിധത്തിൽ. അതാണ് n of s. എസ് എന്തോ? സാമ്പിൾ സ്പേസ്. അപ്പോൾ സാമ്പിൾ സ്പേസ് മൊത്തം എത്ര പേരുണ്ട്? 52 പേര് ഉണ്ട്. ഓക്കെ, ഇനി ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? എ ഡയമണ്ട്. എ ഡയമണ്ട്. ഡയമണ്ട് എടുക്കുന്ന കാർഡ് എന്ത് കാർഡ് ആകുന്നു? ഡയമണ്ട് കാർഡ് ആകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പറഞ്ഞാട്ടെ. The event that getting a diamond card n of a is equal to 30. അല്ലല്ല, മുമ്പുണ്ട്. എ എന്ന് പറയുന്നത് നമ്മളത് അതിനെ ഒരു ഈവന്റ് ആക്കുക. ഡയമണ്ട് കാർഡ് കിട്ടുന്ന ഈവന്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു? എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു? അത് വായിച്ചായിരുന്നു. അല്ലല്ല, എ വായിച്ചില്ലായിരുന്നു. അവിടെ ആരോ മാർക്ക് മാറ്റി നിങ്ങൾ അങ്ങ് ഈക്വൽ ആക്കി. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ അങ്ങ് മാറും. എ ഈക്വൽ ദ ഈവന്റ് ദാറ്റ് ഗെറ്റിംഗ് എ ഡയമണ്ട് കാർഡ്. ഡയമണ്ട് കാർഡ് കിട്ടുന്ന ഈവന്റിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എ ആയിട്ട് എടുക്കുന്നു. അപ്പൊ അങ്ങനെ ആണെങ്കിൽ n ഓഫ് എ എന്ത് വരും? 13. അതെങ്ങനെ വരും 13? ഡയമണ്ട് കാർഡ്സ് 13. 13 കാർഡ് ഉണ്ട്. എന്ത് കാർഡ്? ഡയമണ്ട്. ഡയമണ്ട് കാർഡ് 13 എണ്ണം ഉണ്ട്. സോ n ഓഫ് എ ഈസ് ഈക്വൽ ടു 13. എന്നിട്ട് probability of getting a diamond card P of A is equal to n of A by n of S. P of A is equal to n of A by n of S. Equal 13 by 52. 13 by 52. ഈ ഒന്നാമത്തെ പാർട്ടിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല, അത് കോമ്പിനേഷൻ കണക്ക് വേറെ. കോമ്പിനേഷൻ വരുന്നത് ഒന്നിൽ കൂടുതൽ എണ്ണത്തിലാണ് കോമ്പിനേഷൻ. ഇവിടെ ഒറ്റ കാർഡല്ലേ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. ഗായത്രി, ഗായത്രി എന്താണ് ഗായത്രി അതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് നോട്ട് ആൻ ഏസ്. നിങ്ങൾ എടുക്കുന്ന കാർഡ് എന്ത് കാർഡ് അല്ല?
അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ ഫ്രണ്ടിൽ ഒരു നോട്ട് കിടക്കുന്ന കണ്ടോ? ഈ നോട്ട് അങ്ങ് മാറ്റിയാൽ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും? നൈസ് കാർഡ് ആണല്ലോ. അപ്പൊ ഈ നോട്ട് ചേർന്ന ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ നോട്ട് അങ്ങ് മാറ്റുക, എന്നിട്ട് ബാക്കിയുള്ളതിന്റെ പ്രോബബിലിറ്റി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പൊ എന്നാ ഞാൻ അവിടെ ഒരു സിമ്പൽ കൊടുത്തിട്ടുണ്ട്. ഗായത്രി, എന്തോ ആ സിമ്പല്? ഗായത്രി, ബി. ബി എന്നല്ലേ? ബി. ഏസ് കാർഡ് കിട്ടുന്ന ഈവന്റിനെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു? ബി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനാണെങ്കിൽ എൻ ഓഫ് ബി എത്ര ആയിരിക്കും ഗായത്രി? 4. അതെങ്ങനെയാ 4 വന്നേ? 4 ഏസ് കാർഡുകളാണ്. 52 കാർഡിനകത്തിൽ എത്ര ഏസ് കാർഡാണുള്ളത്? 4 ഏസ് കാർഡാണുള്ളത്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ പി ഓഫ് ബി ഈക്വൽ n of b by n of s equal 4/52. 4/52. ഇത് ഓക്കെ ആണോ എല്ലാവർക്കും? ഇത് ഓക്കെ ആണോ? ആണ് സർ. ഓക്കെ. അപ്പൊ നമുക്കതിന്റെ തേർഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ തേർഡ് സബ് ക്വസ്റ്റ്യൻ വായിക്കേണ്ടത് ബാക്കി ചെയ്യേണ്ടത് ഏതാ? അത് നമുക്കാണെങ്കിൽ വെട്ടിച്ചെറുതാക്കാം. സോറി. അപ്പൊ 4/52 എന്ന് പറയുന്നത് ഏസ് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പൊ ഏസ് കാർഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? പി ഓഫ് കിട്ടുന്നത് ബി ആണെങ്കിൽ കിട്ടാതിരിക്കുന്നത് ബി കോംപ്ലിമെന്റ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? 1 മൈനസ് പി ഓഫ് ബി ഈക്വൽ 1 മൈനസ് പി ഓഫ് ബിയുടെ വില 4/52. 1 എന്ന് പറഞ്ഞാൽ 1/1 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 52 മൈനസ് 4/52. 52 4 കുറച്ചാൽ 48/52. ഇത് വെട്ടി ചെറുതാക്കി എഴുതിയിട്ടുണ്ടോ? എത്ര വരും? 4 കൊണ്ട് വെട്ടി എഴുതിയാൽ 12/13. ഈ തേർഡ് പാർട്ട് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ അടുത്തത് ഹരികൃഷ്ണ ഉണ്ടോ? ഉണ്ട് സാർ. ഹരികൃഷ്ണ മൈക്കും വീഡിയോ ഓൺ ചെയ്യൂ. എന്താണ് ഹരികൃഷ്ണ അതിന്റെ മൂന്നാമത്തെ പാർട്ട്? ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് കാർഡ്. എന്ത് കാർഡ് കിട്ടണം? ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് കാർഡ്, ഒരു കറുത്ത കാർഡ് കിട്ടണം അല്ലേ? ആ കറുത്ത കാർഡ് കിട്ടുന്ന ഈവന്റിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? സി അല്ലയോ? സി. അപ്പൊ NO C എത്ര ഹരികൃഷ്ണ? 26. അതെങ്ങനെ വന്നു 26? രണ്ട് കാർഡ്, ബ്ലാക്ക് കളറിലുള്ള 2 കാർഡ് വരുമ്പോ 26. അതേതൊക്കെയാ ബ്ലാക്ക് കളറിലുള്ള 2 സെറ്റ് കാർഡുകള്? ക്ലബും സ്പെയ്ഡും. 13 സ്പെയ്ഡും 13 ക്ലബൂടെ ചേരുമ്പോഴാണ് 26 എണ്ണം ബ്ലാക്ക് ആകുന്നത്. അപ്പൊ ഇനി ഇതിന്റെ പ്രോബബിലിറ്റി പി ഓഫ് സി ഈക്വൽ n of c by n of s is equal to 26/52 is equal to 1/2. ഓക്കെ. ആർക്കെങ്കിലും ആ പാർട്ടിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ആകെ 1-2 പേരാണ് സംസാരിക്കുന്നത്, ബാക്കിയുള്ളവരൊന്നും ശബ്ദം കേൾക്കുന്നില്ല. മനസ്സിലായി സാർ. അങ്ങനെ. അപ്പൊ നമുക്ക് അതിന്റെ 4ാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ ഗായത്രി, ഹരികൃഷ്ണൻ, ഹെലൻ ഉണ്ടോ? ഹെലൻ മൈക്കും വീഡിയോ ഓൺ ചെയ്തിട്ട് ഹെലൻ 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ വായിച്ചേ. സമയം കളയരുത്. 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ വായിക്കുക. ഒരു സെക്കൻഡ്. നിങ്ങൾ ഈ ഓരോരുത്തർ ഓരോ സെക്കൻഡ് എടുത്തോണ്ട് നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസ് റെഡിയാക്കി വെച്ചിട്ടല്ലേ ക്ലാസ് ഇരിക്കാൻ ഞാൻ ഈ പറയുന്നേ. 4ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കും, സമയം കളയാതെ.
Not a diamond. നോട്ട് Probability എ of ഡയമണ്ട്സ് അല്ലേ? എന്ത് കാർഡ് അല്ല? diamond. അപ്പൊ ഞാൻ ഇച്ചിരി മുമ്പ് എന്തൊരു ടെക്നിക്ക് പറഞ്ഞു, എന്തൊരു ടെക്നിക്ക് പറഞ്ഞു തന്നേ? ആദ്യം ഇതിലെ നോട്ട് അങ്ങ് മാറ്റുക. നോട്ട് മാറ്റുമ്പോൾ ഡയമണ്ട് കാർഡ് കിട്ടുന്നു. Diamond. ഡയമണ്ട് കാർഡ് കിട്ടുന്ന ഈവന്റിനെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു? P of ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു? D ഉണ്ട്. ഡി. അപ്പൊ എൻ ഓഫ് ഡി പറഞ്ഞാട്ടെ, എത്ര ഡയമണ്ട് കാർഡ്? 1/4. പ്രോബബിലിറ്റി അല്ല, എത്ര ഡയമണ്ട് കാർഡ് ഉണ്ട് ഒരു പാക്കറ്റ് കാർഡില്? 13 ഡയമണ്ട് കാർഡ് ഉണ്ട്. എത്ര കാർഡ് ഉണ്ട്? കേട്ടില്ല, ഒന്നുകൂടെ പറയാം. എത്ര ഡയമണ്ട് കാർഡ് ഉണ്ട്? 13 ഡയമണ്ട് കാർഡ് ഉണ്ട്. അപ്പൊ അങ്ങനാണെങ്കിൽ പി ഓഫ് ഡി എന്ന് പറയുന്നത് എൻ ഓഫ് ഡി ബൈ എൻ ഓഫ് എസ് ആണ്. എൻ ഓഫ് ഡി എത്ര? 13. ബൈ എൻ ഓഫ് എസ് എത്ര? 52. അപ്പൊ 13 കൊണ്ട് വെട്ടി എഴുതിയാൽ 13 1 13, 13 4 52. സോ ദി ആൻസർ ഈസ് 1/4. ഓക്കെ. ഈ നാലാമത്തെ പാർട്ടിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത് ഡയമണ്ട് കാർഡ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിച്ചേക്കുന്നത്. നമുക്ക് വേണ്ടത് ഏതാ? കിട്ടാത്തത്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? പി ഓഫ് ഡി കോംപ്ലിമെന്റ് ഈക്വൽ 1 മൈനസ് പി ഓഫ് ഡി ഈക്വൽ 1 മൈനസ് 1/4 എത്ര? 3/4. നാലാമത്തെ പാർട്ടിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. അപ്പോൾ അഞ്ചാമത്തെ പാർട്ട് ജ്യോതിരാദിത്യനുണ്ടോ? അഞ്ചാമത്തെ പാർട്ടിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇല്ല. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ പാർട്ട് ജ്യോതിരാദിത്യനും ക്ലാസ്സിലില്ലേ? ജ്യോതിരാദിത്യ 5-6 സബ് ക്വസ്റ്റ്യൻ വായിച്ചേ. നോട്ട് എ ബ്ലാക്ക് കാർഡ് അല്ലേ? അപ്പോ ഇച്ചിരി മുമ്പേ നമ്മളെ ബ്ലാക്ക് കാർഡ് ആകുന്നതിനെ എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്തത്? സി കൊണ്ട്. അങ്ങനെ നോട്ടിൽ എഴുതിയിരിക്കുന്നത് ആണ്. അപ്പൊ നമ്മള് ബ്ലാക്ക് കാർഡ് ആകുന്ന ഈവന്റിനെ സി കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ട് പി ഓഫ് സി കണ്ടുപിടിച്ചാണ്. എത്രയായിരുന്നു പി ഓഫ് സി? 1/. അപ്പം നോട്ട് എ ബ്ലാക്ക് കാർഡ് ആകുമ്പോൾ അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യും? അല്ല, പി ഓഫ് സി ഈക്വൽ 1 മൈനസ് പി ഓഫ് സി ഈക്വൽ 1 മൈനസ് 1/2. 1 മൈനസ് 1/2 എത്ര? 1/2. ഓക്കെ. അപ്പോൾ ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അടയാളപ്പെടുത്തിയിട്ട് പഠിച്ചോണം. പക്ഷെ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്തറിയണം? നമ്മൾ നേരത്തെ പഠിച്ച കാർഡ് പ്ലേയിങ് അറിയണം. അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അന്ന് ആ പഠിപ്പിച്ച സമയത്ത് ഇല്ലാതിരുന്നവർക്കാണെങ്കിൽ ഞാനതിൻ്റെ ഒരു വീഡിയോ ക്ലാസ് ഇട്ട് തരാം. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാർഡ് പ്ലേയിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. അപ്പോൾ ഈ എക്സാമ്പിൾ 5 നിങ്ങളുടെ ഫോട്ടോ കോപ്പിക്കകത്തിൽ എക്സാമ്പിൾ 10 എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ആയെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. വായിച്ചു നോക്കിയിട്ട് മനസ്സിലായെങ്കിൽ ആയെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക.
മനസ്സിലായി സർ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് മഹേശ്വരിയാണ് വായിക്കേണ്ടത്. മഹേശ്വരി മൈക്കും വീഡിയോ ഓൺ ചെയ്തിട്ട് അടുത്ത എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫോട്ടോ കോപ്പി അനുസരിച്ച് എക്സാമ്പിൾ 11, പുതിയ പുസ്തകം അനുസരിച്ച് എക്സാമ്പിൾ 6 വായിക്കും മഹേശ്വരി. A bag contains 9 discs, of which 4 are red, 3 are blue, and 2 are yellow. The discs are similar in shape and size. A disc is drawn at random from the bag. Calculate the probability that it will be 1 red, 2 yellow, 3 blue, 4 not blue, 5 either red or blue. എന്താണ് മഹേശ്വരി വായിച്ചതിന് അർത്ഥം? 9 ഡിസ്ക് ഉണ്ട്, സെയിം സൈസും ആണ്, ഷേപ്പും ആണ്. അതിൽ 4 സെക്കൻഡ്. ബാഗിനകത്ത് മൊത്തം 9 ഡിസ്ക് ഉണ്ട്. ഈ ഡിസ്കുകൾ എന്തൊക്കെ കളറിലുള്ളതാണ്? 4 റെഡ്, 3 ബ്ലൂ, 2 യെല്ലോ. 4 റെഡ്, 3 ബ്ലൂ, 2 യെല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റാൻഡം ആയിട്ട് ഒരെണ്ണം വീതം എടുത്തു കഴിഞ്ഞാൽ ആ കളർ കിട്ടാനുള്ള പ്രോബബിലിറ്റി, താഴെ പറയുന്നവ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ത്? ഓക്കെ. മഹേശ്വരി എന്താണ് അവിടെ സ്റ്റെപ്പ് എഴുതി വെച്ചിരിക്കുന്നത്? ആദ്യമേ ടോട്ടൽ എഴുതി, കളർ അവിടെ ഒരു സ്റ്റെപ്പ് അവിടെ വിട്ടുപോയിട്ടുണ്ട്. അതാണ് വർക്കിംഗ് കോളത്തിൽ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ ഇടത്തോട്ട് ഒരു ആരോ മാർക്ക് ഇട്ട് വെക്ക്. ആൻസർ തുടങ്ങുമ്പോൾ ആദ്യം അതാണ് എഴുതേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഈക്വൽ n ഓഫ് s ഈക്വൽ എത്രയാണ്? 9 കൊണ്ട് മൊത്തം 9. ഇനി ഒന്നാമത്തെ വായിച്ചാട്ടെ. റെഡ്. റെഡ് ഡിസ്ക് കിട്ടുന്ന ഈവന്റിനെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു? എ കൊണ്ട്. എന്നിട്ട് n of a is equal to 4. n of a is equal to 4. Probability of getting a red disc 4/9. Equal p of a, അല്ലയോ? Equal n of a by n of s is equal to 4/9. ഈ ഫസ്റ്റ് പാർട്ടിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ മഹേശ്വരി മൈക്ക് മീഡിയ ഓഫ് ചെയ്ത് ഞാൻ അടുത്ത ആളിനെ വിളിക്കാം. മഹേശ്വരി കഴിഞ്ഞിട്ട് മണികണ്ഠൻ ഉണ്ടോ? മണികണ്ഠൻ ഈയിടെയായിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങ് സൈലന്റ് ആണല്ലോ. മണികണ്ഠൻ, ആതിരയ്ക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യില്? ഉണ്ട് സാർ. അപ്പൊ ആതിര എന്താണ് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? The number of yellow disc കണ്ടുപിടിക്കാനാണ്. അതായത് നമ്മൾ എടുക്കുന്ന ഡിസ്ക് യെല്ലോ ആകാനുള്ള പ്രോബബിലിറ്റി എന്ത്? അപ്പോ യെല്ലോ ഡിസ്ക് കിട്ടുന്ന ഈവന്റിനെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു? അപ്പൊ n ഓഫ് b എത്ര വരും? 2. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ ഡിസ്ക് ഈക്വൽ p ഓഫ് b, അല്ലയോ? ഈക്വൽ n ഓഫ് b ബൈ n ഓഫ് s ഈക്വൽ 2/9. സെക്കൻഡ് പാർട്ടിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇല്ല. അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത പാർട്ടിലേക്ക് പോകാം. അതിന്റെ അടുത്ത പാർട്ട് സൽമാൻ മൈക്കും വീഡിയോ ഓൺ ചെയ്തേ. സൽമാൻ മൈക്കും വീഡിയോ ഓൺ ചെയ്യൂ. സൽമാൻ, സന്ധ്യ അനിൽകുമാർ നമ്മുടെ അമൃതയല്ലയോ? ആണ് സാർ. മൈക്കും വീഡിയോ ഓൺ ചെയ്തിട്ട് അടുത്ത പാർട്ട് വായിച്ചേ. ബ്ലൂ. മൂന്നാമത്തെ പാർട്ട് ബ്ലൂ. അപ്പോ ബ്ലൂ ഡിസ്ക് കിട്ടുന്ന ഈവന്റിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു?
അമൃതയോടാ ചോദ്യം. സി. സി. അപ്പൊ NOC എത്ര? യു എല്ലാം എത്ര? 3. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ഡിസ്ക് ഈക്വൽ POC ആണോ? ഈക്വൽ NOC ബൈ N(S). ആ പറഞ്ഞോ അമൃത, എത്ര? അമൃത ഉണ്ടെന്നില്ല. 3/9. 3/9 ആണോ? വേണമെങ്കിൽ വെട്ടി എഴുതിയാൽ നമുക്ക് 1/3 എന്ന് എഴുതാം. ആണോ? 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 ശരി, ഓക്കെ. എങ്കിൽ നമുക്ക് അതിന്റെ അടുത്ത പാർട്ടിലേക്ക് പോകാം. അപ്പൊ അടുത്ത പാർട്ട് ഗൗതം ഉണ്ടോ? ഗൗതം ഉണ്ട് സാർ. ഗൗതമെ വായിച്ചാൽ അടുത്ത പാർട്ട് 4ാമത്തെ പാർട്ട്. മിണ്ടുന്നില്ല. 4ാമത്തെ പാർട്ട് എന്തുവാ? നോട്ട് ബ്ലൂ. നോട്ട് ബ്ലൂ. നോട്ട് ബ്ലൂ മീൻസ് ബ്ലൂ നമ്മൾ അല്ലാത്ത ചെയ്ത ഏത് ഒരെണ്ണത്തിനകത്തിൽ ബ്ലൂ കിട്ടുന്നതിനെ നമ്മൾ എന്തെന്നാ വിളിച്ചത്? സി. അവിടുത്തെ POC എത്ര ആയിരുന്നു? 1/3. അപ്പോ ബ്ലൂ അല്ലാത്തതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? POC കോംപ്ലിമെന്റ് അല്ലയോ? ഈക്വൽ 1 മൈനസ് POC ഈക്വൽ 1 മൈനസ് 1/3. ആൻസർ ഈസ് 2/3. 2/3. ഓക്കെ. ലാസ്റ്റിലത്തേത് 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എയ്തർ റെഡ് ഓർ, ഒന്നുകിൽ നിങ്ങൾക്ക് റെഡ് ഡിസ്ക് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ഡിസ്ക് കിട്ടണം. ശലഭയുണ്ടോ? ശലഭ മൈക്ക് മീഡിയം ഓൺ ചെയ്താട്ടെ. ശലഭേ, റെഡ് ഡിസ്ക് കിട്ടുന്നതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്തു? ഏതക്ഷരം കൊണ്ടാണ് റെഡ് ഡിസ്ക് കിട്ടുന്നതിനെ സൂചിപ്പിച്ചത്? ആ റെഡ് ഡിസ്ക് കിട്ടുന്ന ഈവന്റിനെ ഏതക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു എന്നാണ് എന്റെ ചോദ്യം. എ. ബ്ലൂ ഡിസ്ക് കിട്ടുന്നതോ? സി. അപ്പൊ ഇതിനെ പ്രോബബിലിറ്റിയുടെ ഭാഷയിൽ എഴുതിയാൽ എങ്ങനെ എഴുതും? P ഓഫ് A ഉണ്ട്, C ഉണ്ട്. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു ഓർ കിടക്കുന്നുണ്ടോ ശലഭേ? ഓർ വന്നാൽ യൂണിയൻ. P ഓഫ് A യൂണിയൻ C. ഇച്ചിരി മുമ്പേ സ്റ്റഡി ടിപ്പിനകത്തിൽ അഡീഷൻ തിയറം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് P ഓഫ് A യൂണിയൻ C? P ഓഫ് A പ്ലസ് P ഓഫ് C. ഇനി ഇത് കഴിഞ്ഞിട്ടൊരു P ഓഫ് A ഇന്റർസെക്ഷൻ C മൈനസ് ചെയ്യണം. പക്ഷെ ഞാൻ അത് ഇവിടെ എഴുതുന്നില്ല. എന്താ കാരണം എന്ന് ആർക്കെങ്കിലും പറയാമോ? അങ്ങനെ വരാം. അങ്ങനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയാനുള്ള കാരണം അതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഹൈ ആയിരിക്കും. അല്ല, ഞാനതിന്റെ പ്രാക്ടിക്കൽ മീനിങ് ആണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് അതിന്റെ പ്രോബബിലിറ്റി വരാത്തത്? ഇത് കഴിയുമ്പോഴേ ഒരു മൈനസ് P ഓഫ് A ഇന്റർസെക്ഷൻ C വരണ്ടേ? പക്ഷെ ഞാനത് ഇവിടെ എഴുതിയിട്ടില്ല. എന്താണ് എഴുതാഞ്ഞത്? വളരെ സിമ്പിളാ. ചോദ്യം ഒന്ന് വായിച്ചു നോക്കി, ഇപ്പൊ ഇവിടെ കിട്ടും. ബ്ലൂവും ഗ്രീനും. ബ്ലൂവും ഗ്രീനും ഇല്ല, റെഡും ബ്ലൂ റെഡും. അതാണ് എന്റെ കാരണം. ഇതിനകത്തിൽ നിന്ന് നിങ്ങൾക്ക് അറ്റ് എ ടൈമിൽ ഒരെണ്ണമല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ എടുക്കുന്ന ഒരെണ്ണത്തിന് ഏതെങ്കിലും ഒരു കളറല്ലേ കാണത്തുള്ളൂ. ഇപ്പൊ 2 എണ്ണം എടുക്കുവാണെങ്കിലല്ലേ കളറിൻ്റെ അകത്തിലുള്ള കോമ്പിനേഷൻ വരുന്നുള്ളൂ. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് അറ്റ് എ ടൈമിൽ ഒറ്റ കളറിലുള്ള ഡിസ്ക് എടുക്കാനേ പറ്റത്തുള്ളൂ സംഗതി. അതുകൊണ്ടാണ് എന്തിവിടെ വരാഞ്ഞത്? ഇന്റർസെക്ഷൻ വരാഞ്ഞത്. ക്ലിയർ ആയോ? അപ്പൊ P ഓഫ് A എത്രയായിരുന്നു? 4/9. P ഓഫ് C എത്രയായിരുന്നു? 3/9. 4/9 പ്ലസ് 3/9 ഈക്വൽ 4 plus
3/9. ഈസ് ഈക്വൽ ടു 7/9. ഓക്കെ, വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. പ്രോബ്ലം മൊത്തത്തിൽ വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. സാർ മനസ്സിലായി. ആ ഡൗട്ട് ഇല്ല സാർ. ഡൗട്ട് ഇല്ല സാർ. Doubt illa, sir. ഡൗട്ട് ഇല്ല സർ. ഡൗട്ട് ഇല്ല സർ. Doubt illa, sir. ഡൗട്ട് ഇല്ല സാർ. Doubt illa, sir. ഡൗട്ട് ഇല്ല സാർ. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു കണക്ക് വിട്ടിട്ട് അടുത്ത കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വിട്ട കണക്ക് നമുക്ക് ലാസ്റ്റിൽ വന്നിട്ട് പഠിക്കാം. ഇനി എത്ര എക്സാമ്പിൾ? അല്ലല്ല, എക്സാമ്പിൾ 13. ഇത് നിങ്ങളുടെ പുതിയ പുസ്തകം അനുസരിച്ച് 8ാമത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 8ാമത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മുടെ ശ്രീലക്ഷ്മി ശ്രീകുമാർ ആരാ? മഹാദേവ്. മഹാദേവ് സാറിന്റെ നോട്ടൊക്കെ ഉണ്ടോ? അപ്പോൾ മൈക്കും വീഡിയോ ഒന്ന് ഓൺ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. A committee of 2 persons is selected from 2 men and 2 women. What is the probability that the committee will have? A, no man. B, 1 man. വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞില്ല. C, 2 men. എന്താണ് മഹാദേവ വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം? ഒരു കമ്മിറ്റി 2 പേഴ്സൺസ് സെലക്ട് ആയോ? എങ്ങനെയാന്ന് പറഞ്ഞേക്കുന്നേ? പ്രോബിലിറ്റി 2 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. ഇതിനകത്തിൽ നിന്ന് നിങ്ങൾ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഒന്നുകൂടെ, 2 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന ഒരു കമ്മിറ്റി അല്ല ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനകത്തിൽ നിന്ന് 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിങ്ങൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചില ചോദ്യങ്ങൾ. ഒന്നാമത്തേത്, നോ മാൻ. കമ്മിറ്റിയിൽ പുരുഷന്മാരൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത എന്ന് വെച്ചാൽ കമ്മിറ്റിയിലെ 2 പേരും ആരാകുന്നു? സ്ത്രീയാകുന്നു. രണ്ടാമത്തെ ചോദ്യം, 1 മാൻ. എന്തോ അർത്ഥം? കമ്മിറ്റിയിലെ 2 പേരിൽ ഒരു മനുഷ്യനെന്നല്ല, ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ആളാരായിരിക്കണം? അപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയുമുള്ള കമ്മിറ്റി കിട്ടാനുള്ള സാധ്യത. അടുത്തത് 2 മെൻ. 2 പേരും ആരാകുന്നു? പുരുഷന്മാരാകാനുള്ള സാധ്യത എന്ത്? ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം, വസുദേവ് ഉണ്ടോ? വസുദേവ്. വസുദേവ് മൈക്കും വീഡിയോ ഒന്ന് ഓൺ ചെയ്തിട്ട് അതിന്റെ ആൻസർ ഒന്ന് വായിച്ചേ. വസുദേവേ. Total number of persons. 2 + 2 = 4. മൊത്തത്തിലുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 + 2 = എത്രയാണ്? 4. അടുത്തത് 4. Out of these 4 persons, 2 can be selected in 4 C2 ways. ഈ 4 പേരിൽ നിന്ന് 2 പേരെ നിങ്ങൾക്ക് എത്ര വിധത്തിൽ സെലക്ട് ചെയ്യാം? 2 വിധത്തിലാണ്. 4 C2 വേസിൽ 4 പേരിൽ നിന്ന് 2 പേരെ നിങ്ങൾക്ക് എത്ര വിധത്തിൽ സെലക്ട് ചെയ്യാം? 4 C2 വേസിൽ. എത്രയാണ്? 4 C2 വേസിൽ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത്, no men in the committee of 2 means there will be 2 women in the committee. Of 2 women, 2 can be selected in 2 C2 = 1 man. അതായത്
ഒന്നാമത്തെ ചോദ്യം ചോദിച്ചേക്കുന്നത് നോ മാൻ, കമ്മിറ്റിയിൽ പുരുഷന്മാരുണ്ടാകരുത് എന്ന് വെച്ചാൽ രണ്ടുപേരും. മൊത്തം എത്ര സ്ത്രീകളാ ഗ്രൂപ്പിലുള്ളത്? 2 സ്ത്രീകൾ. അതിൽ നിന്ന് 2 സ്ത്രീകളെ എത്ര വെച്ച് സെലക്ട് ചെയ്യാം? 2 സ്ത്രീകളിൽ നിന്ന് 2 സ്ത്രീകളെ 2C2 വേസിൽ, അതായത് ഇല്ല ഒരു വിധത്തിൽ സെലക്ട് ചെയ്യാം. എത്ര വിധത്തിൽ സെലക്ട് ചെയ്യാം? 2C2 എന്ന് പറഞ്ഞാൽ എത്ര? 2C2 എത്ര? 1. അപ്പൊ ഒരു വിധത്തിലെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് നോ മാൻ ഈസ് ഈക്വൽ ടു 2C2 by 4C2. 2C2 by 4C2. 2C2 എത്ര ആയിരുന്നു? 1 by 4C2 6. അപ്പോ പുരുഷന്മാരില്ലാത്ത അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ള കമ്മിറ്റി എത്ര സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/6. ഓക്കെ വസുദേവേ. അടുത്തത് അതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ. വിനായക മൈക്കും വീഡിയോ ഓൺ ചെയ്താട്ടെ. വിനായക. എന്തോ വിനായക അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? One man in the committee. വൺ മാൻ. ബി പാർട്ട് എന്ന് പറയുന്നത് കമ്മിറ്റിയിലെ ഒരാൾ ആരാകുന്നു? Man. ഒരാൾ പുരുഷനാകും. വായിച്ചാട്ടെ. That there is one woman. One man out of 2 can be selected in 2C ways. 2C1 ways. And one woman out of 2 can be selected in 2C1 ways. Together they can be selected in 2C1 into 2C1 ways. അതായത് കമ്മിറ്റിയിലെ ഒരാൾ പുരുഷനാകണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റേയാൾ ആരാകണം? സ്ത്രീയാണ്. മൊത്തം എത്ര പുരുഷന്മാരാ ഗ്രൂപ്പിലുള്ളത്? 2 പേര്. ആ 2 പേരിൽ നിന്ന് ഒരു പുരുഷനെ നിങ്ങൾക്ക് എത്ര വിധത്തിൽ സെലക്ട് ചെയ്യാം? 2C1 വേസിൽ സെലക്ട് ചെയ്യാം. ഇനി ഒരു സ്ത്രീ വേണമല്ലോ കമ്മിറ്റിയിൽ. ഗ്രൂപ്പിൽ എത്ര സ്ത്രീകളുണ്ട്? 2 സ്ത്രീകൾ. 2 സ്ത്രീകളിൽ നിന്ന് ഒരു സ്ത്രീയെ എത്ര വെച്ച് സെലക്ട് ചെയ്യാം? 2C1. 2C1 into 2C1. 2C1 എത്ര? 2. 2C1 എത്ര? 2. 2 into 2 equal 4. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എത്ര വരും? 4 by 4C2. അതായത് 6. അപ്പോ ഈസ് ഈക്വൽ ടു 2/3. ഇത്ര ഒരു ആൻസർ 2/3. മൾട്ടിപ്ലിക്കേഷൻ തിയറം, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് ഒരു പുരുഷനെ 2C1 വേസിലും ഒരു സ്ത്രീയെ 2C1 വിധത്തിൽ സെലക്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഇവരെ 2 പേരെയും കൂടെ നിങ്ങൾക്ക് 2C1 into 2C1 വേസിൽ സെലക്ട് ചെയ്യാം. പിടികിട്ടിയോ? ഓക്കെ, ശരി. ബാക്കിയുള്ളവരും മിണ്ടുന്നില്ല. അപ്പൊ അഭിനവേ, എന്താണ് ഇതിന്റെ സി പാർട്ട്? അഭിനവ്, വിനോദ്, ഐശ്വര്യ. എന്തോ ഐശ്വര്യ സി പാർട്ട്? 2 men. കമ്മിറ്റിയിലെ 2 പേരും ആരാകുന്നു? പുരുഷന്മാരാകുന്നു. അപ്പൊ ഗ്രൂപ്പിൽ മൊത്തം എത്ര പേരുണ്ട് ഐശ്വര്യയെ? 4. അല്ല, 4-ൽ എത്ര പേരാ പുരുഷന്മാര്? 2. ആ 2 പുരുഷന്മാരിൽ നിന്ന് 2 പുരുഷന്മാരെ എത്ര വിധത്തിൽ സെലക്ട് ചെയ്യാം? 2C2 അല്ലേ? 2C2 എത്ര? 1. അപ്പൊ പ്രോബബിലിറ്റി എന്തോ വരും? 2C2 by 4C2. എന്ന് പറയുമ്പോ 1/6. ഈ 8ാമത്തെ പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കോപ്പി അനുസരിച്ച് എത്രാമത്തെ പ്രോബ്ലം? 13ാമത്തെ പ്രോബ്ലം. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പൊ ഏത് എന്നോട് ചോദിക്കുന്നത് ഇത്ര എഴുതണമെന്നുള്ളതാണ്. ഇത്ര എഴുതേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് അത്രയും തന്നിരിക്കുന്നത്. നിങ്ങൾക്കത് ഷോർട്ടാക്കി എഴുതി വെക്കാം സംഗതി കേട്ടോ. വായിച്ചു നോക്കുക. മനസ്സിലായെങ്കിൽ ആയെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. മനസ്സിലായി സർ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെയും ഒരുപാട് തവണ പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ.
അതുകൊണ്ട് അതെല്ലാം അടയാളപ്പെടുത്തിയിട്ട് പഠിച്ചോളാം. മനസ്സിലായി സർ. മനസ്സിലായി സർ. മനസ്സിലായി സർ. അപ്പൊ ഇനി നമ്മൾ ആ സ്കിപ്പ് ചെയ്ത എക്സാമ്പിളിലേക്ക് തിരിച്ചു വരാം. സ്കിപ്പ് ചെയ്ത എക്സാമ്പിൾ എത്രാമത്തെ ചോദ്യമായിരുന്നു? പിന്നെ ആരണ്യേ? സാർ ആ, എത്രാണ് ചോദ്യമായിരുന്നു? 12 ആ, 12 ഇല്ലയോ? ആ, പുതിയ പുസ്തകം അനുസരിച്ചാണെങ്കിൽ എക്സാമ്പിൾ 7 ആണ്. ഇതും ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ, വായിച്ചു ആരണ്യേ. 2 students, Anil and Ashima, appear in an examination. The probability that Anil will qualify the examination is 0.05 and that Ashima will qualify the examination is 0.10. The probability that the both will qualify the examination is 0.02. Find the probability that both Anil and Ashima will not qualify the examination. And at least one of them will not qualify the examination. Only one of them will qualify the examination. അപ്പൊ 2 students, Anil and Ashima, appeared in an examination. 2 സ്റ്റുഡൻസ് അനിലും ആഷിമയും ഒരു പരീക്ഷ എഴുതി. അനിൽ ഈ പരീക്ഷ ജയിക്കാനുള്ള സാധ്യത 0.05 ആണ്. വളരെ മിടുക്കനായ കുട്ടിയാണ്. കാരണം 0.05 എന്ന് പറഞ്ഞ അർത്ഥം 5/100 എന്നാണ്. 5 എന്ന് വെച്ചാൽ ചെറുക്കൻ ജയിക്കാനുള്ള സാധ്യത 5%. പെൺകൊച്ച് പിന്നെയും ഭേദമാണ്. പെൺകൊച്ച് പരീക്ഷ ജയിക്കാനുള്ള സാധ്യത 0.10, അതായത് 10% ആണ്. 2 പേരും പരീക്ഷ ജയിക്കാനുള്ള സാധ്യത 2/100, അതായത് 2%. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ചോദ്യം എന്താണ്? ഇനി താഴെ കൊടുത്തിരിക്കുന്നവയുടെ ഒക്കെ പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ആരണ്യ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വായിച്ചാട്ടെ. The event that Anil will qualify the examination. അനിൽ പരീക്ഷ പാസ്സാകുന്ന ഈവന്റിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഇ. അടുത്തത് The event that Ashima will qualify the examination. ആഷിമ പരീക്ഷ പാസ്സാകുന്ന ഈവന്റിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എഫ് ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് P of E is equal to 0.05. എന്നിട്ട് ഈ നമ്പറുകളെയൊക്കെ നമ്മൾ പ്രോബബിലിറ്റിയിലോട്ട് മാറ്റാൻ പോവാണ്. P of E equal 0.05. P of F is equal to 0.10. 0.10. അടുത്തത് P of E intersection F is equal to 0.02. ഓക്കെ, ഇത് ഇത്ര ഇവിടെ നിന്ന് എഴുതിയെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും? ആണോ? ഇത് ഇത്രയും വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. നോക്കുക. P of E യൂണിയൻ F ഈക്വൽ P of E പ്ലസ് P of F മൈനസ് P of E ഇന്റർസെക്ഷൻ F. P of E എത്ര? 0.5. P of F എത്ര? 10 മൈനസ് P of E ഇന്റർസെക്ഷൻ F 0.02. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 0.15 മൈനസ് 0.02. ഇത് ചെയ്യുമ്പോഴാണ് ഉത്തരം 0.13. ഓക്കെ, ഇത് എന്തിനാ കണ്ടുപിടിച്ചെന്നുള്ളത് ഇനിയുള്ള പാർട്ടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിയർ ആവും. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു പിന്നെ അർജുനെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ? അർജുൻ മൈക്ക് വീഡിയോ ഓൺ ചെയ്തിട്ട് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ വായിക്കാം. Both Anil and Ashima will not qualify the examination. വീഡിയോ ഓൺ ആയില്ലല്ലോ. Both Anil and Ashima will not qualify the examination എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? രണ്ടുപേരും ക്വാളിഫൈ ആവാത്ത പ്രോബബിലിറ്റി. രണ്ടുപേരും തോറ്റുപോയെന്ന് അർത്ഥം. രണ്ടുപേരും
തോക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അത് പി ഓഫ് ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് ആണോ? ഇ എന്ന് പറയുന്നത് അനിൽ പാസ്സാകുന്ന പ്രോബിലിറ്റി. അപ്പൊ ഈ കോംപ്ലിമെന്റോ അനിൽ പാസ്സാകാത്ത പ്രോബിലിറ്റി. എഫ് എന്ന് പറയുന്നത് ആശിമ ജയിക്കുന്ന പ്രോബിലിറ്റി. അപ്പൊ എഫ് കോംപ്ലിമെന്റ് ജയിക്കാതിരിക്കാതെ തോക്കുന്നതിന് പ്രോബിലിറ്റി. ഇന്റർസെക്ഷൻ മീൻസ് അനിലും തോറ്റു ആശിമയും തോറ്റു. ഡി മോർഗൻസ് ലോ അനുസരിച്ച് നമുക്കിതിനെ പി ഓഫ് ഇ യൂണിയൻ എഫ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാമോ? ആരും മിണ്ടുന്നില്ല, എഴുതാവോ? എഴുതാം സർ. ഇതെന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ് ആണോ? ആണോ? ആണ് സർ. ഈക്വൽ 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ് എത്ര? 0.13. 1 മൈനസ് 0.13 എത്ര? 0.87. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. അപ്പൊ അതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ അർജുന് ശേഷം അശ്വിൻ എസ് ഉണ്ടോ? അശ്വിൻ എസ്, അശ്വിൻ എസ്. അപ്പൊ അശ്വിൻ എസ് ഒന്ന് വായിച്ചാട്ടെ. മൈക്കും വീഡിയോ ഓൺ ചെയ്യുക, വായിക്കാം. വായിച്ചാട്ടെ. At least one of them will not qualify the examination. Probability of at least one of them will not qualify the examination. One of them will not qualify the examination. Qualify the examination. എന്താണ് ഇതിന്റെ അർത്ഥം? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. നിങ്ങളോട് നിങ്ങളുടെ ടീച്ചർ പറയുകയാണ്, നിങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരുടെ സ്വഭാവം കൊണ്ട് ടീച്ചർ പറയുകയാണ്, ഈ ക്ലാസ്സിലെ ഒരെണ്ണം പോലും ഗതി പിടിക്കത്തില്ല എന്നാണ് ടീച്ചർ പറഞ്ഞതെന്ന് വിചാരിക്കാം. അതാണ് എഴുതി വെച്ചേക്കുന്നത്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. ഈ കൂട്ടത്തിൽ ഒരെണ്ണം പോലും ഗുണം പിടിക്കത്തില്ലെന്ന് ടീച്ചർ പറയുക. പ്രോബിലിറ്റിയുടെ ഭാഷയിൽ ഇതിന്റെ കോംപ്ലിമെന്ററി ഈവന്റ് എന്താണ്? ആ ക്ലാസ്സിലെ എല്ലാവരും കുറേ വർഷങ്ങൾക്ക് ശേഷം അവരവരെ കൊണ്ട് എത്താൻ പറ്റുന്ന പൊസിഷനിൽ എത്തിയിട്ട് ആരെ കാണാൻ ചെല്ലണം? ടീച്ചറിനെ കാണാൻ ചെല്ലണം. അപ്പൊ ടീച്ചർ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ നടക്കുന്നത്? അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തുവാ? ആര് ജയിക്കണം? എല്ലാവരും ജയിക്കണം. അപ്പൊ ഈ കണക്കിനകത്തിലെ എല്ലാവരും ആരാ? അനിലും ആശിമയും പരീക്ഷ എന്ത് ചെയ്യണം? പാസ്സാകണം. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് both of them will qualify. ഈ 1 മൈനസ് എങ്ങനെ വന്നു? ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈവന്റിന്റെ കോംപ്ലിമെന്ററി ഈവന്റിന്റെ പ്രോബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് 1 മൈനസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ 1 മൈനസ് ഇവർ രണ്ടുപേരും പരീക്ഷ പാസ്സാകുന്ന പ്രോബിലിറ്റി എത്ര ആയിരുന്നു? 0.02 അല്ലയോ പിള്ളേരെ? 1 മൈനസ് 0.02 ആണോ? അപ്പൊ 1 മൈനസ് 0.02 എത്ര? 0.98. ഈ സെക്കൻഡ് പാർട്ട് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ തേർഡ് പാർട്ടിലേക്ക് പോകാമല്ലോ. ഓക്കെ. അപ്പോ തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ നമ്മുടെ അശ്വിൻ ദേവദത്തെ
എന്താണ് ദേവദത്തെ അതിന്റെ അടുത്ത സബ് ക്വസ്റ്റ്യൻ? Only one of them will qualify the examination. അതിന്റെ ദേവത്തെ അർത്ഥം only one of them will qualify the examination എന്ന് പറഞ്ഞ അർത്ഥം ഒന്ന് ആഷിമയോ അല്ലെ അനിലോ അതിനകത്ത് ഒരാളെ ജയിക്കാൻ പാടുള്ളൂ. ഒന്നുകിൽ ആഷിമ ജയിക്കണം. അപ്പൊ അതിനെ നമ്മൾ സിമ്പലിൽ എഴുതിയാൽ എങ്ങനെ എഴുതും ദേവദത്തെ? ഈ ഇന്റർസെക്ഷൻ അനിൽ ജയിച്ചു, ആഷിമ തോറ്റു. ഓർ ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ്. അതിന്റെ അർത്ഥം അനിൽ തോറ്റു, ആഷിമ ജയിച്ചു. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് പ്ലസ് പി ഓഫ് ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ്. ഈ പ്ലസ് എങ്ങനെ വന്നത്? 4 ആയോണ്ടാണ് പ്ലസ് വന്നേക്കുന്നത് അല്ലേ? അപ്പോ ഈ ആദ്യം എഴുതി വെച്ചിരിക്കുന്ന ഈ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റിനെ നമുക്ക് വേണ്ടേ ഒരു വെൻ ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് കാര്യം മൊത്തം ക്ലിയർ ആവും. വെൻ ഡയഗ്രത്തിലേക്ക് നോക്കുക. ആദ്യത്തെ സർക്കിൾ ഇയെയും രണ്ടാമത്തെ സർക്കിൾ എഫിനെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് വിചാരിക്കാം. ഈ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് നമുക്ക് എഫ് കോംപ്ലിമെന്റ് ആലോചിക്കാം. എന്ത് എഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? യൂണിവേഴ്സൽ സെറ്റിനകത്തിൽ നിന്ന് എഫിനെ സൂചിപ്പിക്കുന്ന ആ വട്ടം പൂർണ്ണമായി ഒഴിവാക്കുക. അപ്പൊ പിന്നെ ബാക്കി വരുന്ന ഏതാ? ഇന്റർസെക്ഷൻ കഴിഞ്ഞിട്ട് ബാലൻസ് കിടക്കുന്ന ഈ അല്ലേ വരുന്നത്? ഇതാണ് ഈ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ്. അപ്പൊ തിരിച്ച് ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് ഏതാ ദേവത്തെ? ഇതാണ് ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ്. അപ്പൊ ഈ നടുക്കലത്തെ പോർഷൻ എന്തുവാ? ഈ ഇന്റർസെക്ഷൻ എഫ്. ഇനി ഞാൻ എഴുതുന്നത് ശരിയാണെന്ന് ദേവദത്ത് പറയണം. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഈക്കകത്തിൽ നിന്ന് ഈ ഇന്റർസെക്ഷൻ എഫ് കുറയ്ക്കുന്നതാണ്. ശരിയോ തെറ്റോ? വെൻ ഡയഗ്രം നോക്കിയിട്ട് പറയണം. ഈ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈക്കകത്തിൽ നിന്ന് ഈ ഇന്റർസെക്ഷൻ എഫ് മാറ്റുന്നതാണ്. ശരിയോ തെറ്റോ? ശരി സാർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേവദത്തെ പി ഓഫ് ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് എങ്ങനെ പറയും? എഫ് മൈനസ് സി. അപ്പൊ പി ഓഫ് എഫ് മൈനസ് പ്രോബിലിറ്റി വെച്ച് പറഞ്ഞാൽ എങ്ങനെ പറയും? പി ഓഫ് ഈ ഇന്റർസെക്ഷൻ എഫ് മൈനസ് എഫ് മൈനസ് പി ഓഫ് ഈ ഇന്റർസെക്ഷൻ എഫ്. ഒരു സെക്കൻഡ്. ഈ ഇപ്പോൾ എഴുതിയ സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ ഞാനതൊരു ഓർഡറിൽ എഴുതിയാൽ ദിസ് ഈസ് ഈക്വൽ ടു എന്തോ? ആ വെൻ ഡയഗ്രത്തില് ഈ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് പറഞ്ഞില്ലേ, അത് ഒന്നുകൂടെ പറഞ്ഞില്ലാവോ? ഈ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആ ഇയെ സൂചിപ്പിക്കുന്ന വട്ടത്തിനകത്തിൽ നിന്ന് ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്ന പോർഷൻ ഒഴിവാക്കുന്നതാണ്. അത് മനസ്സിലായോ? മനസ്സിലായി. അതിനെ നമ്മൾ പ്രോബിലിറ്റി വെച്ച് എഴുതിയാൽ പി ഓഫ് ഇ മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. ഇപ്പൊ ക്ലിയർ ആയോ? മനസ്സിലായി. അപ്പൊ ഇതൊരു ഓർഡറിൽ എഴുതിയാൽ നമുക്ക് പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ്. വേണ്ടേ? ഇതും പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ആണ്. ഇതും പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ആണ്. 2 പ്രാവശ്യം പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് കുറച്ചേക്കുന്നു. അപ്പൊ എങ്ങനെ എഴുതും നമ്മള്? ഒരാളിനെ 2 പ്രാവശ്യം കുറച്ചേക്കുന്നു. എങ്ങനെ എഴുതും നമ്മള്? എങ്ങനെ എഴുതും? ഒരാളിനെ 2 പ്രാവശ്യം കുറച്ചേക്കുന്നതിന് എങ്ങനെ എഴുതും നമ്മള്? 2 into പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. പി ഓഫ് ഇ എത്ര? പി ഓഫ് ഇ 0.05. പി ഓഫ് എഫ് 0.10. 0.10 മൈനസ് 2 into
പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് 0.02. ആദ്യത്തെ രണ്ടെണ്ണം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും ആൻസർ? 0.15 മൈനസ് 2 ഇൻറ്റു 0.02 0.04. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും ഉത്തരം? 0.11. 0.11. അടയാളപ്പെടുത്തിയിട്ട് പഠിച്ചോണം. എനിക്ക് തോന്നുന്നു ആ വെൻ ഡയഗ്രം സൈഡിലുണ്ടല്ലോ അല്ലേ? വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം.